മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരം. ഈ കോഴിക്കോട് നഗരത്തിൻ്റെ തൊട്ടടുത്ത് മധ്യത്തിലായി നിൽക്കുന്ന ഈ സമ്മേളന നഗരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന മട്ടാളപ്പള്ളി, അത് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചിഹ്നമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പട്ടാളത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർക്ക് പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി നൽകപ്പെട്ട അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള ദൈവിക ഭവനമാണ് നമ്മുടെ പിന്നിലുള്ളത്. ഈ കോഴിക്കോടിൻ്റെ ചരിത്രം ഐക്യത്തിൻ്റേതാണ്, സത്യത്തിൻ്റേതാണ്, നീതിയുടേതാണ്, ധർമ്മത്തിൻ്റേതാണ്. അതിനെല്ലാം വിപരീതമായിട്ടുള്ളതിൻ്റെ ശക്തമായ എതിർപ്പാണ് ഈ നഗരം എന്നും ചരിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 40-ലധികം ദേവാലയങ്ങൾ നിൽക്കുന്ന ഒരു നഗരവും പരിസരവുമാണിത്. ഈ നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഓരോ ആഴ്ചയിലും ഈ നഗരത്തിലെ മുസ്ലിങ്ങളായ വ്യക്തികൾക്ക് വെള്ളിയാഴ്ച തോറും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും വ്യക്തി സംസ്കരണത്തിന് വേണ്ടിയും ഖുർആൻ പ്രവാചകചര്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനങ്ങളെ കേൾപ്പിക്കുന്ന മഹൽ ഭവനങ്ങളാണത്. ഇന്നേ വരെ ഇന്ത്യയുടെ മഹത്തായ മതേതര സ്വഭാവത്തെയോ ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഭരണഘടനയെയോ ഇകഴ്ത്തിക്കൊണ്ടോ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ഈ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഒരു ശബ്ദം പോലും ഇക്കാലം അത്രയും ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐക്യത്തിൻ്റെ ശബ്ദം മാത്രമാണ് അവിടെ വെച്ച് കേട്ടത്. സത്യത്തിൻ്റെ ശബ്ദം മാത്രമാണ്. അനൈക്യത്തിൻ്റെയും ഛിദ്രതയുടെയും ഓർമ്മപ്പെടുത്തലുകളാണ് ശക്തമായി അതിൻ്റെ മിമ്പറുകളിൽ നിന്ന് നടന്നത്. ആ മിമ്പറുകളിൽ നിന്ന് പുറത്ത് എല്ലാ സമൂഹത്തിനെയും സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുവാനാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലവും ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല, ഇവിടെ മറ്റൊരു ഭൗതിക താല്പര്യങ്ങളുമില്ല. അതൊന്നുമല്ലാത്ത ശുദ്ധ മനസ്സുള്ള നല്ല ചിന്തിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നന്മ മാത്രം പറയുകയും ഐക്യം മാത്രം പറയുകയും അതിൻ്റെ വിപരീതമായ എല്ലാ ഭാവങ്ങളെയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന പ്രബോധന ശൈലിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും ചെയ്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ആര് കേൾക്കണം? അതിൻ്റെ വാദങ്ങൾ, അതിൻ്റെ സമർത്ഥനങ്ങൾ, അതിൻ്റെ മഹത്തായ അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ ചരിത്രം, ഇത് ആർക്കും പരിമിതപ്പെടുത്തിയിട്ടില്ല. ഒരു സ്വകാര്യ യോഗങ്ങളും ഇവിടെയില്ല. ഈയിടെ ഞാൻ പറഞ്ഞു, വളരെ ഇടുങ്ങിയ മനസ്സുള്ള ചില ആളുകൾ നമ്മുടെ മതപരമായ ഐക്യവും യോജിപ്പും എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ പവിത്രമായ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ പരിമിതരായ ആളുകളുണ്ട്. അതൊരു വലിയ ശക്തിയാണെന്ന് ആരും കരുതരുത്. അങ്ങനെ ചിലർക്ക് ധാരണയുണ്ട്.
കരയുന്ന കുട്ടിയെ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുക. കരയാത്ത നല്ല ഓമനകൾ കളിച്ചു ലജിച്ച് അവർ അമ്മമാരുടെ മടിയിലും വീട്ടിലും അതിൻ്റെ മറ്റും പാവകിലും എല്ലാം വേരിക്കുന്നത് ആരും ശ്രദ്ധിക്കുകയില്ല. അത് എന്നും അങ്ങനെയാണ്. അധർമ്മത്തെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക, അനീതിയെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക, അസത്യത്തെയാണ് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക. നേരെ മറിച്ച് അത്തരം സാഹചര്യങ്ങളിലെല്ലാം മനുഷ്യനെ നേരെ ചൊവ്വെ നയിക്കാൻ ഉത്ബോധനം നടത്തുക എന്നുള്ളതാണ് മതത്തിൻ്റെ ധർമ്മം. അനുയായികൾ ചെയ്യേണ്ടത് അതാണ്. ഇന്ന് മാത്രമായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അനിവാര്യമായത് അതാണ്. എത്ര സൗഹൃദത്തിൽ ജീവിച്ചവരായിരുന്നു നാം. നിങ്ങൾ ഓർക്കുക, പ്രവാചകന്റെ കാലത്ത് തന്നെ ഈ സമൂഹത്തോട് അദ്ദേഹം പ്രബോധനം ചെയ്ത ആ മതദർശനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഇവിടെ ജീവിച്ചിരുന്ന സഹജീവികളായ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തോട് അവരൊരിക്കലും കലഹിച്ചിട്ടില്ല. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരിക്കലും അക്രമത്തിൻ്റെയോ അനീതിയുടെയോ അധർമ്മത്തിൻ്റെയോ പാതകളിലേക്ക് പോകാതെ സൗഹൃദത്തോടുകൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നും ഓർക്കാറുണ്ട്, ഹജ്ജിന് പോകുന്ന മുസ്ലിമുകളുടെ വീടുകൾ അവർ തിരിച്ചു വരുന്നത് വരെ അതിനെ സംരക്ഷിക്കുന്നത് തൊട്ട അയൽപ്പക്കത്തുള്ള ഹൈന്ദവ ദർശനങ്ങളിലും ക്രൈസ്തവ വിശ്വാസങ്ങളിലുമുള്ള സമൂഹമാണ്. എത്ര മാതൃകാപരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. തൻ്റെ അയൽവാസി ആരാണെന്ന് ചിന്തിക്കാറുണ്ടോ? തൻ്റെ കൂടെ പഠിക്കുന്ന സഹവിദ്യാർത്ഥി ആരാണ് എന്ന് മതത്തിൻ്റെ പേരിൽ ഇവിടെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ജീവിതത്തിലെ നിഖിലമായ ഭൗതികമായ എല്ലാ ഇടപാടുകളിലും ഒന്നുപോലെ ഒന്നായി മാതൃകാപരമായി ഇത്ര അനുകരണീയമായ ഒരു നടപടിക്രമവും സംസ്കാരവും ലോകത്തെവിടെയാണ് കാണാൻ കഴിയുക? അത്ര മാതൃകാപരമായ ഒരു രാജ്യമാണിത്. ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സമൂഹത്തോട് മനുഷ്യനോട് ചെയ്യുന്ന അധർമ്മമാണ്, അക്രമമാണ്. അതാരാണ് ഇവിടെ ബോധ്യപ്പെടുത്താനുള്ളത്? വരൂ, മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരോടും സഹകരിക്കാൻ തയ്യാറാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ഇരിക്കുമ്പോഴേക്ക് പൊളിഞ്ഞു പോകുന്നതല്ല അവരുടെ വിശ്വാസം, അവരുടെ ആദർശം. എല്ലാ സമൂഹത്തിനും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ആശയമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റേത്. കൂട്ടിപ്പിടിക്കുന്ന അണച്ചുകൂട്ടുന്ന സ്വഭാവമാണ്. അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിലും, അയൽപക്കത്ത് ഒരു കുഞ്ഞിന് അപകടം വരികയാണെങ്കിലും, ഒരാൾ രോഗബാധിതനാകുകയാണെങ്കിലും, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അതിൻ്റെ മുന്നിൽ അതിനെ സംരക്ഷിക്കാൻ മുസ്ലിമായ വ്യക്തികൾ ഉണ്ടാകും. അത് പ്രവാചകനിൽ നിന്ന് ലഭിച്ചതാണ്. നിങ്ങളുടെ അയൽപക്കത്ത് ഒരു ജൂതനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ആരാവട്ടെ, ഒരയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എൻ്റെ അനുയായി അല്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു ദർശനം എവിടെയാണ് കാണാൻ കഴിയുക? ഇത്ര പവിത്രമായ മതസൗഹാർദ്ദവും ഐക്യവും യോജിപ്പും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരു മഹൽ സമൂഹമാണ് കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്. അതിനെ ശിഥിലമാക്കാൻ, അതിനെ നശിപ്പിക്കാൻ, അതിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. കരുതിയിരിക്കുക എന്നതാണ് നാം ഒന്നിച്ചു പറയാനുള്ളത്. നാം മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചു പറയണം. അതാണ് ഇന്ത്യയുടെ സുന്ദരമായ മനസ്സാക്ഷി, അതാണ് ആകർഷണീയമായ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മഹാത്മജി വധിക്കപ്പെട്ട അന്ന് മുതൽക്ക് സംഘടിതമായി ഇവിടെ നിലനിൽക്കുന്ന വർഗീയ കൊമരങ്ങൾ അവരിവിടെ വിജയിക്കാത്ത, ഭരണത്തിലേക്ക് വന്നോയല്ലേ അതാരാണ് എന്നുള്ളതല്ല, അത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നത്, മറ്റു മതങ്ങളെ ആക്രമിക്കാനും മതവിശ്വാസികളെ ഹിംസിക്കാനും സംഹരിക്കാനും ആഹ്വാനം ചെയ്യുന്ന
കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്ത് എന്ന് തുടങ്ങിയതാണ്. പലരും ധരിക്കും ഇന്നാണ്, ഇപ്പോഴാണ് തുടങ്ങിയ. അല്ല, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ, ഇന്ത്യയിൽ വൈദേശിക മേധാവിത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ എല്ലാം ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിഭാഗീയതയുണ്ടാക്കുകയും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശുദ്ര ശക്തികൾ, കറുത്ത ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ദുർബലരാണ്, അവർ ന്യൂനപക്ഷമാണ്. എത്ര ആഴവും പരപ്പും അവരുടെ മനസ്സിലെ വിദ്വേഷത്തിന് ഉണ്ടെങ്കിലും ബാഹ്യമായി അവരെ ഉൾക്കൊള്ളുന്ന സമൂഹമല്ല, മണ്ണല്ല, രക്തമല്ല ഈ രാജ്യത്തുള്ളത്. ഐക്യത്തിൻ്റെതാണ്, സൗഹാർദ്ദത്തിൻ്റെതാണ്, യോജിപ്പിൻ്റെതാണ്. ആരും ചിന്തിക്കാറില്ല. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന കലാലയങ്ങളിൽ എന്തെല്ലാം മതങ്ങൾ, ആ മതങ്ങളുടെ സന്തതികൾ, എന്തെല്ലാം വീക്ഷണങ്ങളുള്ള ആളുകൾ, അവരുടെ മക്കൾ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുണ്ട്. എവിടെയെങ്കിലും എടുത്തു പറയാവുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചില അപശബ്ദങ്ങളെ മാറ്റി നിർത്താം. ഞാൻ അതിനെ അറിഞ്ഞില്ല എന്നുള്ള നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം. ഈ രാജ്യത്തിൽ ഒന്നോ രണ്ടോ അപശബ്ദങ്ങൾ കേട്ടാൽ എന്തിനു നാം ഭയപ്പെടണം? മാനുഷിക മൂല്യങ്ങളെ നശിക്കാത്ത വളരെ ഉന്നതരായ ആളുകൾ മഹാഭൂരിപക്ഷം നിൽക്കുന്ന ഒരു നാടാണിത്. ആ നാടിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. ആ ഐക്യത്തെയും യോജിപ്പിനെയും തകർക്കുന്ന മുഴുവൻ ശക്തികൾക്കെതിരിൽ നാം ഒന്നിച്ചു നിൽക്കണം. അതാണ് ഇന്ത്യയുടെ ചരിത്രം, അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം, അതാണ് വൈദേശിക മേധാവിത്വം ഉണ്ടായിരുന്ന കാലത്തുള്ള ഇന്ത്യയുടെ ചരിത്രം. അതിനെ നേരിട്ട സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അതാണ്. ഇത് നാം പഠിക്കണം ഈ സന്ദർഭത്തിൽ. ഇതൊക്കെ പറയാൻ ആരാണുള്ളത്? നാം ഒന്നിച്ച് രാഷ്ട്രീയമായ പക്ഷപാതിത്വമോ വർഗീയമായ വീക്ഷണമോ കാഴ്ചപ്പാടുകളോ അസഹിഷ്ണുതയോ വെച്ചു പുലർത്തുന്ന അല്പം ആളുകളുണ്ട്, വസ്തുതയാണ്. എങ്കിൽ അതിനെ അതിജീവിക്കുന്ന മഹാഭൂരിപക്ഷമാണ് സൗഹൃദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഞാൻ ഈ ആമുഖം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ ആളുകൾക്കറിയാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ആദ്യമായി പരിചയപ്പെട്ട, അറബി രാജ്യത്ത് നിന്ന് ഇവിടെ ആദ്യമായി ഈ മതത്തെ പരിചയപ്പെടുത്തിയത് ഇവിടെ വന്ന വിദേശികളായ വർത്തക പ്രമുഖരാണ്. അവർക്ക് ആതിഥേയത്വം നൽകിയത് ഇവിടുത്തെ ഭരണകൂടമാണ്. ഇവിടുത്തെ ഉയർന്ന ധാരണയുള്ള സമൂഹമാണ്. ആ പ്രതികരണമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്തിനാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചത്? ഇവിടെ പ്രത്യേകമായ ഒരു ഇഷ്യൂ ഒന്നുമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. മിണ്ടാതിരുന്നാൽ കൂടുതൽ വളരെ മോശമായ ഭിന്നിപ്പിൻ്റെ, സൗഹാർദ്ദത്തെ തകർക്കുന്നതിൻ്റെ പ്രചരണങ്ങൾ ശക്തമായി വരും. അതുകൊണ്ട് തന്നെ നാം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് മുജാഹിദുകൾ മനസ്സിലാക്കുകയും മുജാഹിദുകൾ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും വേണം. ഈ അടുത്ത കാലത്തായി മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന പത്രതാളുകളിൽ വന്നിരിക്കുന്നു. ഇതുവരെ എവിടെയും കണ്ടിരുന്നില്ല. മുക്കിലും മൂലയിലും ശ്രദ്ധിക്കാതെ കടന്നിരുന്ന ഒരു സമസ്ത, ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിഞ്ഞുകൂടെ? അത് ഒന്നിൻ്റെ തുടക്കമല്ല, ഒന്നിൻ്റെ ഒടുക്കവുമല്ല. എന്താണ് ഈ സമസ്ത? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്?
ഇപ്പം പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെ അവരുടെ തല്ലിൻ്റെ വാർത്തയാണ്. അതിലെല്ലാവരെയും അവർ ചവിട്ടി കുത്തിയാണ് നടക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് പറയാനുണ്ടാകും എന്നത് ജനങ്ങൾക്കറിയേണ്ടതുണ്ടല്ലോ. ഔദ്യോഗികമായി തന്നെ ആ കാര്യത്തെ പറയുന്നതിനാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ തന്നെ അതിൻ്റെ വിശദീകരണത്തിന് അല്പസമയം കണ്ടെത്തിയത്. ഇവിടെ നാം ഓർക്കണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമകാലീന പ്രശ്നങ്ങൾ. അതിനൊക്കെ പറയേണ്ടതുണ്ട്. എനിക്ക് ശേഷം എൻ്റെ സഹപ്രവർത്തകരുണ്ട്, അവർ പറയും ഇത്. പക്ഷേ സമസ്ത എന്ന് പറയുന്ന ആ സംഘടന ഞാൻ നേരിട്ട് അതിനെ വിമർശിക്കുകയോ എതിർക്കുകയല്ല. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാത്ത, ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൃശ്യമാധ്യമത്തിൽ ഞാൻ കേട്ടു, സമസ്ത എന്ന് പറയുന്നതിൻ്റെ അതിനെ മഹത്വവൽക്കരിക്കുകയാണ്. എന്താണ് മഹത്വവൽക്കരിക്കുന്നത്? ഇവിടുത്തെ ചന്ദനക്കുടം തുടങ്ങിയിട്ടുള്ള, ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ നമ്മളെ നേർച്ച, തെക്കനായതുകൊണ്ട് ആ പ്രയോഗം നടത്തിയതാണ്, ആ വിവരണം നൽകുന്ന ആൾ. ചന്ദനക്കുടം പോലെയുള്ള ആഘോഷങ്ങൾ മുസ്ലിം സമൂഹത്തിൽ കൊണ്ടുവന്ന് നിലനിർത്തുന്ന പുരോഗമനവാദികളാണ് സമസ്തക്കാർ. അതിനെ എതിർക്കുന്നവരാണ് മുജാഹിദുകൾ, വഹാബികൾ എന്നെല്ലാം അറിയപ്പെടുന്നവർ. എന്ത് വാചാലമായി സംസാരിക്കുകയാണത്! ഒരു മാധ്യമ രംഗത്തുള്ള ഒരു പഠിച്ച മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്, ഞാനതിന് സമയം കാണാറുണ്ട്, ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ അതിന് തയ്യാറാകാറുണ്ട്. പക്ഷേ സമസ്തയെ സംബന്ധിച്ച് ഒന്നുകൂടി നിങ്ങൾ പഠിക്കണം എന്നോർത്തുകൊണ്ടാണ് സതുദ്ദേശത്തോടു കൂടെ ഞാൻ ഈ വിവരം പറയുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന ഈ രാജ്യത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു, ഒരു സംഘടന, ഇവിടുത്തെ നല്ലവരായ മനുഷ്യർ, ഇവിടെ പല അന്തഛിദ്രങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും കുടുംബ ബന്ധങ്ങൾ തകരുകയും ചെയ്തപ്പോൾ മഹാന്മാരായ ചില ആളുകൾ അവർ ചേർന്നുകൊണ്ട് ഒരു മുസ്ലിം ഐക്യസംഘം എന്ന സംഘടനയുണ്ടാക്കി. അതിൻ്റെ സന്ദേശം തന്നെ നിങ്ങൾ നോക്കൂ, ഐക്യമാണ്, ഭിന്നിപ്പല്ല, ശിഥിലീകരിക്കലല്ല, തകർക്കലല്ല, ആട്ടിയോടിക്കലല്ല. ഇന്നത്തെ വേദികളിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ബന്ധപ്പെടുന്ന നമ്മുടെ ആളുകൾക്കറിയാം എന്താണ് കേൾക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് വിവരിക്കുന്നത് എന്താണ്, ഇന്ന് പറഞ്ഞുകൂട്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? മതസംഘടനയ്ക്ക് യോജിച്ചതാണോ? എത്ര തരം താഴ്ന്ന പ്രയോഗങ്ങളാണ്! പ്രതിപക്ഷ ബഹുമാനവും ആദരവും ഇല്ലാതെ എത്ര ക്രൂരമായ അവതരണമാണ്, വിശദീകരണങ്ങളാണ് നടക്കുന്നത്. എൻ്റെ മുജാഹിദുകൾക്ക് ഇതിലൊന്നും പറയാനില്ലേ? അവർ പറയാതിരുന്നത് ഇങ്ങനെ വിഷലിപ്തമായ, സമൂഹത്തെ കേടുവരുത്തുന്ന, അവരെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം വാദങ്ങളുടെ പിന്നാലെ മറുപടി പറഞ്ഞുകൊണ്ട് കൂടുതൽ മരീപസമാക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസപരമായ അവരുടെ പുരോഗതി, സാമൂഹ്യ രംഗത്തുള്ള അവരുടെ ജീവിതത്തിലെ പുരോഗതി, ഏറ്റവും പിന്നോക്കമായി അവഗണിക്കപ്പെട്ട സ്ത്രീകളുടെ പുരോഗതി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം നീങ്ങിയത്. ഏതായിരുന്നാലും എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ആദ്യമായി ഉണ്ടാക്കിയത് ഈ മനോഭാവമുള്ള നല്ല മനുഷ്യരായിരുന്നു. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അവിടെ വിവിധ ആശയങ്ങൾ രാഷ്ട്രീയമായുള്ളവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്. അവരെല്ലാം കൂടിയാണ് മാതൃകാപരമായ മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. ഞങ്ങളുടെ മുൻഗാമികളാണത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്ത് ഐക്യത്തിന് വേണ്ടി ദീർഘമായ ദശകങ്ങൾ
ചെലവഴിച്ച മഹോന്നതമായ ആശയങ്ങളെ പ്രബോധനം ചെയ്ത പ്രസ്ഥാനമാണ് ഐക്യസംഘം. അതോടൊപ്പം അതിനോട് തുടർന്നുകൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് അവസാനിക്കണം എന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ്, ഇന്നത്തതല്ല, ഒരു നൂറ്റാണ്ട് മുമ്പ് അതിനെ ഏകീകരിപ്പിക്കാൻ വേണ്ടി കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പവിത്രമായ ഒരു പണ്ഡിത സംഘടനയുണ്ടാക്കി. അതാണ് കേരളത്തിലെ ആദ്യത്തെ ഉലമ സംഘടന. ഇപ്പം പലരും കേൾക്കും, മുജാഹിദുകൾ തെറ്റിപ്പിരിഞ്ഞു പോയവർ അവരെന്തൊക്കെ ആളുകളായി മാറി എന്നൊക്കെ പറഞ്ഞ് ഈ ഏകപക്ഷീയമായി കൊള്ളടിക്കുന്ന ഒരു പ്രബോധന രംഗത്താണ് സമസ്തക്കാരും മാധ്യമങ്ങളും അതിനെ ചുറ്റിപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരും നടത്തുന്നത്. ഇത് കേട്ടപ്പോൾ ഉണ്ടായ മാനസികമായ ഒരു വേദനയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം പറയാൻ, അത് കേൾക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഇങ്ങനെയുള്ള ഒരു സദസ്സ് കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ, മണ്ഡലങ്ങളിൽ എല്ലാം ഞങ്ങൾ ഇത്രയും മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രബോധന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണിത്. മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് സമൂഹത്തെ അറിയിക്കണം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉലമ സംഘടന ജമിയത്തുൽ ഉലമയാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സംഘടന, ആ സംഘടന രൂപീകരിച്ചതിന് ശേഷം അതേ പേരിൽ ഒരു ഉലമ സംഘടന രൂപീകരിക്കാൻ ചെന്നപ്പോഴാണ് ഈ പേരിലുള്ള ഒരു സംഘടന നിലനിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പേര് നൽകാൻ നിവൃത്തിയില്ലെന്ന് റൈഷായുടെ ഭാഗത്തു നിന്നുള്ള നിർബന്ധമാണ് കേരള ജമിയത്തുൽ ഉലമയുടെ മുന്നിൽ സമസ്ത എന്ന പേര് വന്നത്. നിങ്ങൾ ഓർക്കണം, ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു തിരുത്തലിലൂടെ രംഗത്ത് വന്നതാണ്. സ്വയം നിലനിൽപ്പല്ല, അതിൻ്റെ വേറൊരു തിരുത്തൽ സമസ്ത. അന്ന് സാധാരണ ജനങ്ങൾക്കറിയാം എന്താ സമസ്ത. ഇന്ന് ജമിയത്തുൽ ഉലമ കൂടാതെ തന്നെ സമസ്തനെ അറിയാം. ഇത്ര മനുഷ്യൻ്റെ മതത്തെ, അതിൻ്റെ ധർമ്മങ്ങളെ എല്ലാം പരിഹസിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രയോഗം വന്നപ്പോഴാണ് ഞങ്ങൾ കൂട്ടായി അതിനെ സംബന്ധിച്ച് ചിന്തിച്ചത്. നമ്മളെ പിന്തിരിപ്പന്മാരും നമ്മളെ പഴഞ്ചന്മാരും നേർച്ചകളും അതുപോലെ അത്തരം ആഘോഷങ്ങൾ നടത്തുന്ന ആളുകളാണ് പുരോഗമനവാദികൾ. അതാണ് പോൽ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് അത് ജനങ്ങളുടെ മുന്നിൽ വിവരിക്കാതിരിക്കാൻ പറ്റുകയില്ല. സ്ത്രീകൾ ആരായിരുന്നു? സ്ത്രീകളുടെ മുന്നിൽ എന്തായിരുന്നു ഈ സമസ്തക്കാർ? അവർ എന്താണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? എനിക്കറിയാം 970 എൻ്റെ ഓർമ്മയിൽ 965 ഞാൻ സർവീസിൽ വരുന്നത് ഒരു അധ്യാപകനായി. ആ സമയത്ത് 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ കലാലയത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയാണ് ആ കലാലയത്തിൽ ഉണ്ടായിരുന്നത്. ഒരൊറ്റ മുസ്ലിം വിദ്യാർത്ഥിനി. അവൾ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ സ്കൂളിൽ എത്തുന്നവരെ കൂക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും ഇവരങ്ങാടിയിരുന്ന് കൂക്കുകയാണ്. ഇവരെ എല്ലാം BABT അന്നത്തെ ഒരു മുദ്രാവാക്യം ഞാൻ ഓർക്കുന്നു. BABT മുർദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്കൂളിൻ്റെ അടുത്തുകൂടെ ഒരു ജാഥ പോയത്. BABT എന്ന് പറയുന്നത് ഇന്ന് B.Ed പകരം വന്ന് BT ആണ്, ബാച്ചലർ ഓഫ് ടീച്ചിങ് ആണ്. ആ BT ഉള്ള അധ്യാപകരെ സൂചിപ്പിച്ചുകൊണ്ടാണ് BABT മുർദാബാദ് എന്നവർ വിളിക്കുന്നത്. പരിഹസിക്കുകയായിരുന്നു. അങ്ങനെ വിദ്യ അഭ്യസിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദ്യ അഭ്യസിപ്പിക്കുന്നതിന്
അക്ഷരജ്ഞാനമുണ്ടാക്കുന്നതിന് ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും അതിൻ്റെ വലിയ പ്രമേയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവിധ രേഖകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ട്. പക്ഷേ ഈ വളരെ ഇടുങ്ങിയ ഈ സന്ദർഭത്തിൽ ഞാനതിലേക്ക് കിടക്കുന്നില്ല. എന്തെല്ലാം പ്രമേയങ്ങളാണ് ഇവർ വാരിക്കൂട്ടിയത്. സമസ്തക്കാരുടെ പ്രമേയങ്ങൾ വളരെ രസകരമായിട്ടുള്ളതാണ്. അവിടെ പ്രമേയങ്ങളിലാണ് ഇവിടെ കേരളത്തിൽ മഹാപണ്ഡിതന്മാർ വെള്ളിയാഴ്ച പ്രസംഗം, ഖുത്ബ, അത് പരിഭാഷപ്പെടുത്തി നടത്തിയിരുന്ന സമ്പ്രദായത്തെ നിരോധിച്ചത് ഇവരുടെ യോഗമാണ്, ഇവർ ചേർന്ന ഗൂഢാലോചനയാണ്. അന്ന് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരാണ് മഹാപണ്ഡിതന്മാർ. കൊടിയത്തൂർ അബ്ദുൽ അസീസ് മൗലവിയെ പോലെയുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ കീഴിൽ പിരിഞ്ഞു പോയത്. അനന്തരം ഏതെല്ലാം ഘട്ടങ്ങൾ വന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായത് മാത്രമല്ല, രസകരമായ അനുഭവം. കോൺഗ്രസിൽ ചേരരുത് ഈ സമസ്തയുടെ ബന്ധപ്പെട്ട ഒരാളും എന്ന് പ്രമേയം അവർ പാസാക്കിയിട്ടുണ്ട്. ഇതെവിടെയാണ് എന്നൊക്കെ വ്യക്തമായ രേഖകൾ ദിവസം വെച്ചുകൊണ്ട് അവരുടെ അൽബയാൻ പത്രത്തിൽ വന്ന റിപ്പോർട്ട് എൻ്റെ വശമുണ്ട്. പക്ഷെ അത് വായിക്കുന്നില്ല. എന്തെല്ലാം വികൃതമായ പ്രമേയങ്ങൾ. ആ പ്രമേയങ്ങളുടെ നടുവിൽ കിടന്ന് ഇന്ന് നോക്കൂ, ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടിയിരുന്നാൽ തെറിച്ചു പോകുന്ന ഒരു ആദർശവുമായി ലോകത്ത് സമസ്ത എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്ത് ഏതെങ്കിലും നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്താരാണ്? നമ്മുടെ ഹോട്ടലിൽ നാം കയറുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ട്? ഇതെല്ലാം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരുടെ മയ്യത്തിൻ്റെ കൂടെ പോകാൻ പാടില്ല, മയ്യത്ത് കാണിച്ചു നിസ്കരിക്കാൻ പാടില്ല, ഇപ്പം മയ്യത്ത് കാണിച്ചു കൊടുക്കാനും പാടില്ല എന്ന് വന്നിരിക്കുന്നു. ഇത് വലിയ പുരോഗമനമാണല്ലോ, ഭയങ്കര പുരോഗമനമാണ്. ഒരു മനുഷ്യൻ മരിച്ചാലെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് ശരിയാവുക, എന്നിട്ട് അതിനെതിരെ പ്രമേയം പാസാക്കും. ഇങ്ങനെ എണ്ണി എണ്ണി നൂറുകണക്കിൽ ഈ സമൂഹത്തെ ഇകഴ്ത്തുന്ന പ്രമേയങ്ങൾ കൊണ്ടുവന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള, കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ പിന്തുണയും അംഗീകാരവുമുള്ള ഒരു മഹാൻ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എല്ലാം ഇകഴ്ത്തിക്കൊണ്ട് ഇന്ന് വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങളിൽ കാണുന്നത്. എനിക്കറിയാം, ഇവിടെ യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരുണ്ടാകാം, പക്ഷെ ആരാലും ആദരിക്കപ്പെടുന്ന, ഇവരുടെ ശൈലി ഒരിക്കലും സ്വീകരിക്കാത്ത, ആ നിലക്കുള്ള പ്രതികരണം നടത്താത്ത മാന്യന്മാരായ ആളുകൾ. ഇത് വെറുതെ സങ്കല്പമായി പറയുന്നതല്ല. മഹാനായ ആ കുടുംബത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പാണക്കാട് സെയ്ദ് പൂക്കായ തങ്ങൾ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ആദരണീയനായൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൊച്ചുനാൾ മുതൽ അദ്ദേഹം രാഷ്ട്രീയ യോഗങ്ങളിൽ പലപ്പോഴും പിതാവിന് പകരമായി ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ അയക്കുക എന്നൊരു സമ്പ്രദായം അന്നും നിലവിലുണ്ടായിരുന്നു. അതൊരു ആദരവായിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ വളരെ അടുത്ത പെരുമാറ്റവും അടുത്ത ബന്ധവുമുള്ള ഒരാളായിരുന്നു ഞാൻ. അദ്ദേഹം എന്നെ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട്. എന്നെ തുടരാൻ മടിച്ച ചില ആദർശവാദികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൊച്ചുപള്ളിയിൽ എന്നെ തുടർന്ന് നമസ്കരിച്ച് സത്യമാണ്. ആര് പരിഹസിച്ചാലും കുഴപ്പമില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മരണം വരെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ. വളരെ പക്വമായ,
വളരെ ഒരു മാതൃകാപരമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരുപാട് അനുകരണീയമായ സ്വഭാവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അനുജന്മാരെ നിങ്ങൾക്ക് നോക്കൂ, ഹൈദരലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഈ ആളുകളൊക്കെ സഹപ്രവർത്തകരായി അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായിരുന്ന കാലത്ത്, വഖഫ് ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് 2 സന്ദർഭങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബോർഡിലുണ്ടായിരുന്നു. എന്തൊരു മാതൃകാപരമായ പെരുമാറ്റമാണ് അവർ. പറയുമ്പോൾ ആദർശപരമായി പല വിയോജിപ്പുകളുമുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തിനും നാട്ടിൻ്റെ അഭിവൃദ്ധിക്കും നാട്ടിൻ്റെ യോജിപ്പിനും വേണ്ടി എന്തുമാത്രമുള്ള വിട്ടുവീഴ്ചകളായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല. കൂടെ നടന്ന അനുഭവിച്ചവരാണ് ഞങ്ങളിൽ പലരും. അവർ ഉമർ അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. ഇന്നത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതേ പ്രകാരം അന്ന് ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന എല്ലാവരും മാതൃകാപരമായ സ്വഭാവമാണ്. സമൂഹത്തിൽ ആരാലും അംഗീകരിക്കപ്പെടുന്ന സ്വഭാവം. എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവർ വക്രമായി ഇതിനെ വികൃതമാക്കി ശത്രുത സൃഷ്ടിച്ച് നമ്മളെ അകറ്റാനും അവിടെ കയറാതിരിക്കാനും ആ വീട്ടിലേക്ക് പോകാതിരിക്കാനുമുള്ള വളരെ വൃത്തികെട്ട സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ ആ മാർഗം പിന്തുടർന്നില്ല എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ ഈ നാട്ടിൻ്റെ മതേതര സ്വഭാവത്തെയും വിവിധ ആദർശങ്ങളുള്ള ആളുകളുടെ മാതൃകാപരമായ കൂട്ടായ്മയെയും പിന്തുണക്കുന്നവരായിരുന്നത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നതല്ല. എന്നിട്ട് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വകാര്യമായി വായിക്കണം. ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ, അതിന് നേതാക്കന്മാർ എന്ന് പറയുന്ന സമസ്തയുടെ നേതാക്കന്മാരും അതിലിപ്പോൾ ഭിന്നിച്ച 2 വിഭാഗത്തിൻ്റെ ആളുകളും അവരിന്ന് കാട്ടിക്കൂട്ടുന്ന പറയുന്ന വാദങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്ന് സോഷ്യൽ മീഡിയ നിലവിൽ വന്നതുകൊണ്ട് ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. മലീമസോണ രാത്രി, ഇത് കേൾക്കുന്നവർ ഹൃദയം കെട്ട നിലക്കാണ് അവരുടെ രാത്രികൾ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെയെല്ലാം ഐക്യവും യോജിപ്പും വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് നടുവിൽ ഐക്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. സ്ത്രീകളുടെ സംവിധാന രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്ന് ഫാറൂഖ് കോളേജിനെ പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുകയില്ല, ആൺകുട്ടികൾക്കാണ് പ്രവേശനം കൊടുക്കുന്നത് എന്ന് പറയുന്നത് വരെ എത്തി. പെൺകുട്ടികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു, ആൺകുട്ടികൾക്ക് ഒരിക്കലും മത്സരിച്ച് ചെല്ലാൻ കഴിയാത്ത വിധം. ഈ മാറ്റങ്ങൾ എങ്ങനെയുണ്ടായി? ഈ പരിവർത്തനം എങ്ങനെയുണ്ടായി? എഴുത്തും വായനയും പഠിപ്പിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ സമസ്തയാണോ ഇതിന് കാരണം? വഴിതെറ്റിപ്പോകുമെന്നും പ്രേമലേഖനങ്ങൾ എഴുതുമെന്നും ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞ സമസ്തയാണോ ഇവർക്ക് പുരോഗതി ഉണ്ടാക്കുന്നത്? ഇന്ന് പലതുമുണ്ട്. ഇന്ന് സമ്പത്തിൻ്റെ പേരിൽ പല ഇതുമുണ്ട്. അവിടെ ഒന്നും ദീനില്ല, അവിടെയുള്ള മതമില്ല. ഇത്തരം കാര്യങ്ങളെ അനാചാരങ്ങൾ കൊണ്ട് സമൂഹത്തെ മുഴുവൻ ഭിന്നിപ്പിച്ച് നിർത്തുകയും ഒന്നിച്ചവരെ വീണ്ടും ഭിന്നിപ്പിക്കുകയും എന്നിട്ട് പറഞ്ഞാൽ ഇത് കേട്ടാൽ തോന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലാണ് ഭിന്നിപ്പുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധാരണ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ശരിയാണ്. അത് ഒരു സംഘടനാപരമായ ഭിന്നിപ്പല്ല, അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, സഹാബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സഹാബികളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഭിന്നിപ്പുണ്ടാകുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഫീക്കും ബക്കയ്യത്തും ജാഹിലിയ എന്നാണ്. നിങ്ങളെ ജാഹിലിയത്ത്, അജ്ഞാത കാലഘട്ടത്തിൻ്റെ സ്വാധീനം നിങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഭിന്നിപ്പ് ഞാൻ എടുത്തു പറഞ്ഞത് ഇവിടെ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട്
മുസ്ലിം സമൂഹത്തിനും മുസ്ലിം പുരോഗതിക്കും ആ സമൂഹത്തിന് തന്നെ അപമാനമായിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള രംഗത്തുമുള്ള ഈ അകൽച്ച ഒന്ന് നിർത്തണം. ഈ തെറിപ്പാട്ടുകൾ അവസാനിപ്പിക്കണം. ഒരു പണ്ഡിതൻ്റെ നാവിൽ നിന്നല്ല ഇത് കേൾക്കേണ്ടത്. ആ ഒരു ബോധവൽക്കരണം ഉണ്ടാകാൻ ഞങ്ങളും ഇത് കേൾക്കുന്നുണ്ട്. ഞങ്ങളെ കുട്ടികളെയും ഇത് രക്ഷപ്പെടുത്തണം എന്നതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി ഉണ്ടായ സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള ജമിയത്തുൽ ഉലമയാണെന്നും അത് സാധാരണ ഉമറക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നീടുണ്ടായ കേരള നിദ്വത്തുൽ മുജാഹിദീനാണെന്നും അതിൻ്റെ യുവജന പ്രസ്ഥാനമായ ISM, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM, സ്ത്രീ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യമുള്ള MGM ഇന്ന് 10,000 പ്രാതിനിധ്യത്തോടുകൂടി കേരളത്തിൽ മാതൃകാപരമായ പരിഷ്കരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ ഒരു പഴുതിൽ ഇന്ത്യയിൽ വർഗീയത കൊണ്ടുവരാനും ഇതര മതവിഭാഗങ്ങളെ മുഴുവൻ ഇകഴ്ത്താനും അവരെ എല്ലാ നിലക്കും അവരെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്ന ചില സമീപനങ്ങൾ ഇന്നത്തെ ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നീക്കമാണ് വഖഫ് സംരക്ഷണ ബില്ല്. നാം പ്രത്യേകമായി അത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ആദർശങ്ങളെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ നടപടിക്രമങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ മാർഗത്തിൽ അർപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനും എതിരായി ഇവിടെ വളരെ വൃത്തികെട്ട നിലക്ക് അക്രമ സ്വഭാവത്തിലൂടെ ഭൂമി കയ്യേറാനും അതുപോലെ മറ്റ് കാര്യങ്ങളെ ഇടപെടാനുമെല്ലാം ശ്രമിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഈ പോക്ക് അപകടകരമാണ്. 1, 2, 3, 4 പ്രാവശ്യം തുടർച്ചയായി ഭരണം ലഭിച്ചാലും ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും, ഞാൻ ആ വാക്ക് പൂർണ്ണമാക്കുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ, അവരെ അവഗണിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കുകയില്ല എന്നുള്ളത് എന്ത് തരത്തിലായിരുന്നാലും മുസ്ലിം സംഘടിത ശക്തിയുടെ ആശയമാണ്. ആ വഖഫ് ബില്ല് അത് തുടക്കം മാത്രമാണ്. ഇനിയും ഒട്ടേറെ നിയമങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർക്കണം, 16 വയസ്സായാൽ ഒരു യുവാവിനും യുവതിക്കും സ്വന്തമായി ഇരുവരുടെയും സമ്മതത്തോടു കൂടെ ഒരു റൂമിൽ താമസിക്കുന്നതിന്, കൂടെ സഞ്ചരിക്കുന്നതിന്, കൂടെ എത്രയും കാലം ജീവിക്കുന്നതിന് ഒരു വിരോധവുമില്ല. എന്നാൽ വിവാഹപ്രായമോ അത് 21 കഴിഞ്ഞ് 25, 28 പോകണം. എന്താണ് ഉദ്ദേശം? കുട്ടികൾ അധികമായി പോകുന്നുണ്ട്. ഇപ്പം ഈ ചിന്ത നേരത്തെ സ്വാധീനിച്ച രാജ്യങ്ങളിലെല്ലാം കൂടുതൽ കുട്ടികൾ ജനിക്കുന്നവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടമാണ്. ചൈനയിൽ തുടങ്ങി റഷ്യയിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം. ഇവിടെയും സ്വന്തം സമുദായത്തിൽ ഈ എണ്ണക്കുറവ് വസ്തുതയല്ല, അത് യഥാർത്ഥത്തിൽ വസ്തുതയല്ലെന്ന വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ആ സ്ഥിതിവിവരക്കണക്ക് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഭൗതികമായ പ്രതിരോധങ്ങൾ മനുഷ്യ ജന്മത്തിന് ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ വരവെന്തിനാണ് എന്ന് പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. തൻ്റെ സ്വന്തം അയൽവാസിയായ ഒരു ജൂതൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ ഒരു പ്രവാചകൻ്റെ ആ സന്ദേശം ലോകത്ത് തുല്യമായ മറ്റെന്താണുള്ളത്? ഒരു ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ്റെ ചര്യ. എന്നിട്ടാണ് ആ പ്രവാചകനെ എന്തെല്ലാമാക്കി ചിത്രീകരിക്കുന്നത്. ഇതെല്ലാം പഠനവിധേയമാക്കണം. കേൾക്കുന്നത് സ്വീകരിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്.
ഒരുപാട് കാര്യങ്ങൾ, ഈ കാലികമായ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇവിടെ കൊലയും അക്രമവും നടക്കുന്നത് അത്യന്തം ഗൗരവതരമായി നാം കാണണം. അന്ധവിശ്വാസമാണ്, മന്ത്രവാദമാണ്, യാഥാസ്ഥികത്വമാണ് ഇവിടെ സമൂഹത്തിൽ എല്ലാ ഛിദ്രതയും അപകടകരമായ സമീപനങ്ങളും ഉണ്ടാക്കുന്നത്. അതിനെതിരിൽ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മ ഉണ്ടാകണം. ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ഇന്നും ഭരണകൂടത്തിൻ്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനം അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, ആഭിചാരങ്ങൾക്കെതിരിൽ, മന്ത്രവാദത്തിനെതിരിൽ ഹിംസിക്കപ്പെടുന്ന ഈ സമൂഹത്തെ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രമേയങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടത്തിയിട്ടുണ്ട്. ദിനേന എന്നോണം മന്ത്രവാദികളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറയാൻ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ അത്തരം മന്ത്രവാദങ്ങളും ഹീനമായ ആഭിചാര പ്രവർത്തനങ്ങളും മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ശക്തമായി എതിർക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന, യോജിപ്പിക്കുന്ന, മാതൃകാപരമായി നിൽക്കുന്ന, ലോകത്തെ ഏറ്റവും മാതൃകയുള്ള ജനാധിപത്യ സമ്പ്രദായം, മതേതരത്വം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭരണഘടന, അതിനെ ആദരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് തലമുറകളിലേക്ക് കൈമാറണം. എന്നാലേ ഈ സമൂഹത്തിൽ നമുക്ക് സമാധാനമുണ്ടാക്കാൻ കഴിയും. ഞാൻ നിർത്തട്ടെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലുടനീളമുള്ള ഈ രംഗത്തുള്ള ബോധവൽക്കരണം നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ സഹകരിക്കുക. ദുർമന്ത്രവാദത്തിനും ആഭിചാര പ്രവർത്തനങ്ങൾക്കുമെതിരിൽ ഈ സമൂഹത്തെ ബുദ്ധിപരമായി, യുക്തിപരമായി വളർത്തിയെടുക്കുന്നതിൽ സഹകരിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.